ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പൊ നമ്മുടെ മോഡൽ എക്സാം ഇങ്ങ് അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ അല്ലെ. നമുക്കാണെങ്കിൽ നമ്മുടെ +2 എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ് പഠിക്കാനുണ്ട്, മാക്രോ എക്കണോമിക്സ് പഠിക്കാനുണ്ട്. രണ്ടിലും കൂടി ആയിട്ട് നമുക്ക് 11 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട് അല്ലെ. അപ്പൊ ഈയിടെയായിട്ട് എല്ലാ മക്കളും ചോദിക്കുന്നതാണ്, നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ആക്റ്റീവായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്കണോമിയെ നമ്മൾ ഓപ്പൺ ഇക്കണോമി എന്ന് പറയും. എന്താണ് ആ ആക്റ്റീവ് ട്രേഡ് റിലേഷൻ? ഒരു രാജ്യം മറ്റുള്ള രാജ്യവുമായിട്ടുള്ള ആ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ് അല്ലെ. അങ്ങനെ എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് US നിന്ന് ഗുഡ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഇന്ത്യൻ റുപ്പി കൊടുത്താൽ അത് കിട്ടില്ല, US ഡോളർ തന്നെ കൊടുക്കണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം. അതായത് എന്റെ ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് എനിക്ക് ഡോളർ വാങ്ങിച്ചിട്ട് എന്നിട്ട് മാത്രമേ എനിക്ക് US നിന്ന് ഗുഡ്സ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഏത് റേറ്റിലാണ് ഞാൻ ഈ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം മെയിൻലി US ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് പറയാനുള്ളത്. അപ്പം ഒരു ഡോളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഇന്ത്യൻ റുപ്പി കൊടുക്കണം? അതാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. രണ്ട് കറൻസി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ റേറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. ഇപ്പൊ ഏകദേശം 87 റുപ്പീസ് ഒക്കെ കൊടുത്താലാണ് നമുക്ക് ഒരു ഡോളർ കിട്ടുന്നത്. അപ്പൊ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആരാണിത് തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്? അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാനൊരു ടോപ്പിക്, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ, ഏത് മെത്തേഡിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത്? മെയിൻലി 3 മെത്തേഡ്സ് ആണുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഏറ്റവും കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഏറ്റവും കൂടുതൽ മക്കൾക്ക് കൺഫ്യൂഷൻ ഉള്ളതും ഈ ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം, ഈ 3 മെത്തേഡിലൂടെയും എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് തന്നെ പറയാം അല്ലെ, അതെങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് തന്നെ പോകാം. ആകെ ഒരു സെന്റൻസേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇവിടെ എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ആരും ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും, മാർക്കറ്റില് ഫോറിൻ കറൻസിയോട്, ഫോറിൻ എക്സ്ചേഞ്ചിനോടുള്ള ഡിമാൻഡും സപ്ലൈ എങ്ങനെയാണോ, ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് തന്നെയാണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് അവിടെ താനെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുകയാണ്, ആരും ഒന്നും ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്തിനോടുള്ള ഡിമാൻഡ് സപ്ലൈ ആണ്? ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ കറൻസിയോടുള്ള ഡിമാൻഡും സപ്ലൈയും തന്നെയാണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ മെത്തേഡിന് നമുക്കൊരു ഗ്രാഫ് കൂടെ പഠിക്കാനുണ്ട്. ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. ഈ ഗ്രാഫ് നമുക്ക് പരിചയമുള്ള ഗ്രാഫ് തന്നെയാണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ അതേ ഗ്രാഫ് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഡിമാൻഡും സപ്ലൈയും ആരോടുള്ള ഡിമാൻഡ് സപ്ലൈ ആണ്? ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിനോടുള്ള ഡിമാൻഡ് സപ്ലൈ ആണ്. അതിനിട്ട് കൂടെ ഈക്വൽ ആകുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഏതാണോ അതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ്. തൽക്കാലം നമുക്ക് അതിന് E* എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലെക്സിബിൾ മെത്തേഡിൽ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഇവിടെ ഗവൺമെന്റ് അല്ലെങ്കിൽ RBI ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അണ്ടർ ദ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് ആരാ ഫിക്സ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് തീരുമാനിക്കും ഏത് വേണം അല്ലെങ്കിൽ എങ്ങനെ വേണം എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. ഫ്ലെക്സിബിളില് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആയിരുന്നെങ്കിൽ ഫിക്സഡിൽ അത് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഫിക്സഡ് ബൈ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇവിടെയും നമുക്ക് ചെറിയൊരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫ് തന്നെയാണ് ഇതിപ്പം നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് ഫിക്സ് ചെയ്യുന്നതാണ്, ആ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം ആണ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ചെയ്യാറുള്ളത് ഇതിന്റെ താഴെയായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മേലെ ആയിട്ടോ ഒക്കെ ഗവൺമെന്റ് ഒരു എക്സ്ചേഞ്ച് റേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും. ഇതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മൂന്നാമത്തെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് പോകാം. മൂന്നാമത്തെയും അവസാനത്തെയും എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് വരാം. ഇതെന്ന് പറഞ്ഞാൽ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതായത് ഇത് ഫിക്സഡിന്റെയും ഫ്ലെക്സിബിളിന്റെയും ഒരു മിക്സ് ആണ്, രണ്ടും കൂടി വരുന്നതാണ്. ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്, ഡേർട്ടി ഫ്ലോട്ടിംഗ് എന്ന് കൂടി പറയും.
അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യം എക്സ്ചേഞ്ച് റേറ്റ് ആര് ഫിക്സ് ചെയ്യും? നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഫിക്സ് ചെയ്യും. അതിനുശേഷം പിന്നെ അത് ഒരുപാട് കൂടാതെയും കുറയാതെയും ഒക്കെ ആയിട്ട് ആര് കൺട്രോൾ ചെയ്ത് നിലനിർത്തും? നമ്മുടെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യും. അപ്പൊ ഇവിടെ രണ്ടും വന്നല്ലോ, ഫ്ലെക്സിബിളും വന്നു, ഫിക്സഡും വന്നു. ആദ്യം നമ്മുടെ ഫ്ലെക്സിബിൾ ചെയ്യാറുള്ളത് പോലെ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഒരു റേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും. പിന്നെ അത് ഒരുപാട് കൂടാതെയും കുറയാതെയും ആയിട്ട് ആര് നിലനിർത്തും? നമ്മുടെ ഗവൺമെന്റ് ചെയ്യും, നമ്മുടെ ഫിക്സഡിൽ പറഞ്ഞതുപോലെ. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിന്റെ ഡയഗ്രവും നമുക്കറിയാം, മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പഠിച്ച അതേ ഡയഗ്രം തന്നെയാണ്. രണ്ടാമത്തെ നമ്മുടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഇനി മൂന്നാമത്തെ മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഇത് രണ്ടിന്റെയും കൂടെ മിക്സ് ആണ്, അതായത് ഫിക്സഡിന്റെയും ഫ്ലെക്സിബിലിന്റെയും മിക്സ് ആണ്. ഇവിടെ ആദ്യം നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും. അതിനുശേഷം ഗവൺമെന്റ് അത് കൂടാതെയും കുറയാതെയുമായിട്ട് നിലനിർത്തും. ഇതാണ് മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ഇതാണ് ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനമായിട്ട് 5 മാർക്കിനും 4 മാർക്കിനും ഒക്കെ വിത്ത് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്. അപ്പൊ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇനി എക്സാം വരാനുണ്ട്, നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ഇതുപോലെ ഷോർട്ടായിട്ട് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാം വരാനിരിക്കുകയാണ്. നമ്മൾ മോഡൽ എക്സാമിന് വേണ്ടിയുള്ള സൂപ്പർ 30 അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങളാണ് എല്ലാ സബ്ജക്റ്റിലെയും നമ്മൾ ലൈവുകളിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ലൈവിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.